എല്ലാവർക്കും നമസ്കാരം. ആരാധ്യയായ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ശ്രീമതി ഡോക്ടർ ആർ ബിന്ദു, ബഹുമാനായ വള്ളിക്കുന്ന് അസംബ്ലി മണ്ഡലം MLA ശ്രീ P. അബ്ദുൽ ഹമീദ്, സിൻഡിക്കേറ്റ് മെമ്പേഴ്സ്, സെനറ്റ് മെമ്പേഴ്സ്, മറ്റു വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയ സുഹൃത്തുക്കളെ, കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് അഭിമാനാർഹമായ ഒരു നേട്ടം കൂടിയാണ് ഈ IQAC DOR ബിൽഡിംഗ്. ഇവിടെ രജിസ്ട്രാർ സൂചിപ്പിച്ചതുപോലെ 3rd സൈക്കിളിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഇൻ്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെല്ലിൻ്റെ ആവശ്യകത ബോധ്യപ്പെട്ടുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ഇന്ന് അത് യാഥാർത്ഥ്യമായി. ഇൻ്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ള നാഷണൽ ഗ്രേഡിങ്ങിന് സഹായിക്കുക മാത്രമല്ല, സ്വയം വിലയിരുത്തുകയും അധ്യാപക അനധ്യാപകരുടെ കാര്യശേഷി വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകളും നടത്തേണ്ടത് IQACയുടെയാണ് കടമയാണ്. ഒരു അക്കാദമിക സ്ഥാപനത്തിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നത് ഇത്തരത്തിലുള്ള ഇൻ്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെല്ലാണ്. അതിൻ്റെ പ്രവർത്തനമായിട്ട് പിന്നെ നേടുന്നതാണ് NAC ഗ്രേഡിങ്ങും NIRF റാങ്കിങ്ങും. അല്ലാതെ നേരെ തിരിച്ചല്ല. NIRF റാങ്കിങ്ങിനും NAC ഗ്രേഡിങ്ങിനും വേണ്ടിയല്ല IQAC. നമ്മളെ സ്വയം വിലയിരുത്തി നമ്മളെ കഴിയുന്ന പുരോഗതി വരുത്താൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കേണ്ടതാണ് IQAC. ഒരു സർവകലാശാല ജ്ഞാനോത്പാദന കേന്ദ്രങ്ങളായിരിക്കണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ ആ റിസർച്ചിന് മാർഗദർശനം നൽകേണ്ടത് ഡയറക്ടറേറ്റ് ഓഫ് റിസർച്ചാണ്. ക്യാമ്പസിലെ റിസർച്ച് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ വേണ്ടി DORന് താഴെ തന്നെ ഡയറക്ടറേറ്റ് ഓഫ് പ്രോജക്ട്സുമുണ്ട്. നമുക്ക് 200-ൽ പരം റിസർച്ച് സെൻറ്റേഴ്സുണ്ട്. പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് നമ്മൾ നടപ്പാക്കുന്ന 4 വർഷ ബിരുദ ഹോണേഴ്സ് ഡിഗ്രികൾ നടപ്പാക്കുമ്പോൾ ഗവേഷണത്തിന് എത്രമാത്രം ഊന്നൽ നൽകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 4 വർഷത്തെ ബിരുദ ഹോണേഴ്സിൽ അവസാന വർഷം വിദ്യാർത്ഥികളെ ഗവേഷണത്തിന് താല്പര്യം ജനിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രോജക്റ്റുകൾ ചെയ്യിക്കുക എന്നുള്ളതാണ് ഓണേഴ്സ് ബിരുദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയമാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. കോളേജുകൾ ഇപ്പോൾ നോളജ് ഡിസിമിനേഷൻ സെൻറ്റേഴ്സായിട്ട് പ്രവർത്തിക്കുന്നതിൽ നിന്ന് മാറി അവർ നോളജ് ക്രിയേഷൻ സെൻറ്റേഴ്സായിട്ട് മാറുന്ന ജ്ഞാനോത്പാദന കേന്ദ്രങ്ങളായിട്ട് മാറും എന്നുള്ളതാണ്. നമ്മുടെ വിദ്യാഭ്യാസ വിദഗ്ധരും ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. ബ്ലൂംസ് ടാക്സോണമി പ്രകാരം വിദ്യാർത്ഥിയുടെ അവസാനം അറ്റൈൻ ചെയ്യേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റി, സൃഷ്ടി അല്ലെങ്കിൽ ഇന്നൊവേഷൻ, പുതിയ കാര്യങ്ങളിൽ അവനവൻ പഠിച്ച കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ ജ്ഞാനം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഈ ബ്ലൂംസ് ടാക്സോണമിയിൽ വിദ്യാർത്ഥി അവസാനം അറ്റൈൻ ചെയ്യേണ്ടത്. ഇത്തരത്തിലുള്ള ഗവേഷണത്തിന് ഊന്നൽ നൽകുന്നതിന് സർവകലാശാല പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നു. മുമ്പ് PG കോളേജുകളിൽ മാത്രമാണ് റിസർച്ച് അനുവദിച്ചിരുന്നത്. ഇനി മുതൽ അങ്ങനെ ഒരു കണ്ടീഷനില്ല. UG ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും റിസർച്ച് ഗവേഷണ കേന്ദ്രങ്ങളായി മാറാം. പക്ഷേ അവർക്ക് അതിനുള്ള സൗകര്യങ്ങളുണ്ടായിരിക്കണം. ഗവേഷണം നടത്തുന്നതിനുള്ള ഭൗതിക സാഹചര്യവും ലൈബ്രറി മുതലായവ ഉണ്ടെങ്കിൽ UG കോളേജുകൾക്കും ഗവേഷണ സൗകര്യം ഏർപ്പെടുത്തുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ധീരമായ ഒരു
തീരുമാനമാണ് കഴിഞ്ഞ അക്കാഡമിക് കൗൺസിൽ എടുത്തത്. സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ അധ്യാപകർക്കും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾക്കും റിസർച്ച് ഗൈഡ് അല്ലെങ്കിൽ റിസർച്ച് സെൻറ്റർ അനുവദിക്കുന്നു എന്നുള്ളത്. ഇത് കാണിക്കുന്നത് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസം കാലികമായിട്ട് മാറ്റം വരുന്നു, അതോടൊപ്പം തന്നെ ഗവേഷണത്തിന് വളരെയധികം ഊന്നൽ നൽകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നാക് അക്രഡിറ്റേഷനിൽ സർവകലാശാലയും കോളേജുകളും ഗ്രേഡ് ചെയ്യുന്നത് വ്യത്യസ്ത രീതിയിലാണ്. സർവകലാശാലകളെ ഗ്രേഡ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് എന്ന് പറയുന്നത് റിസർച്ചിനാണ്. നമ്മളുടെ കഴിഞ്ഞ കുറച്ച് വർഷത്തെ പ്രവർത്തനങ്ങളുടെ ബലമായിട്ട് നമുക്ക് റിസർച്ചിൽ വളരെയധികം മുന്നേറ്റം സാധ്യമായിട്ടുണ്ട്. സീഡ് മണിയിൽ കൂടെ അധ്യാപകരെ പ്രോജക്റ്റുകൾക്ക് ഏറ്റെടുക്കാൻ താല്പര്യം ജനിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടിയ ഗ്രാൻറ്റുകൾ വളരെ വലുതാണ്, കൂടുതലാണ്. കൂടാതെ DSTയുടെ പേഴ്സ് പ്രോഗ്രാമിൽ കൂടി ഹരിത ഊർജ ഉൽപ്പാദനം, ഹൈഡ്രജൻ ജനറേഷന് വേണ്ടി ഒരു 10.79 കോടിയുടെ പ്രോജക്റ്റും അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. ബഹുമാന്യനായ യോഗാധ്യക്ഷൻ, സർവകലാശാലയുടെ ആദരണീയനായ വൈസ് ചാൻസലർ ഡോക്ടർ MK ജയരാജ്, ബഹുമാന്യനായ ക്ഷമിക്കണം, ഞാൻ ഓൺലൈനായി പോയതുകൊണ്ട് പെട്ടെന്ന് MLA കണ്ടില്ല. ബഹുമാന്യനായ MLA, ബഹുമാന്യരായ രജിസ്ട്രാർ, ബഹുമാന്യനായ പ്രോ വൈസ് ചാൻസലർ, ബഹുമാന്യരായ സിൻഡിക്കേറ്റ് അംഗങ്ങളെ, മറ്റ് പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, സർവകലാശാലയുടെ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, അഭ്യുദയകാംക്ഷികളായ മറ്റ് സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, വളരെ അഭിമാനപൂർവമാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാലയുടെ സന്താനം എന്ന നിലയിൽ ഈ സർവകലാശാലയുടെ വികസന വഴികളിൽ ഓരോ ചുവടുവയ്പ് നടത്തുമ്പോഴും അത്യന്തം അഭിമാനം അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് വ്യക്തിപരമായി വലിയ സന്തോഷമാണ് എന്നുള്ളത് ഈ വേദിയിൽ ആദ്യമായി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കാലിക്കറ്റ് സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തിളക്കമാർന്ന ഒരു സാന്നിധ്യമാണ് എന്നതും ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. നാക് അക്രഡിറ്റേഷനിലും NIRF റാങ്കിങ്ങിലുമെല്ലാം മികച്ച പ്രകടനം സർവകലാശാലയ്ക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട്. നാക് A+ നേടിയ സന്ദർഭത്തിൽ വലിയ പങ്കാളിത്തത്തോടു കൂടിയ ഒരു വേദിയിലാണ് നാം സർവകലാശാലയ്ക്കുള്ള അഭിനന്ദനം രേഖപ്പെടുത്തിയത്. ബഹുമാന്യനായ വൈസ് ചാൻസലർ മികച്ച ഒരു അക്കാദമീഷ്യൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ സമർത്ഥമായ നേതൃത്വത്തിന് കീഴിൽ അക്കാദമികമായിട്ടുള്ള ഉയരങ്ങളിലേക്ക് നമ്മുടെ സർവകലാശാല കുതിക്കുന്നു എന്നുള്ളത് അത്യധികം സന്തോഷകരമായ കാര്യമാണ്. നവകേരള സൃഷ്ടിയുടെ ഭാഗമായി കേരളത്തെ ഒരു പുത്തൻ വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റുക എന്ന ദൗത്യമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള ഏവരും കൈകോർത്ത് പിടിച്ച് ഈ സന്ദർഭത്തിൽ ഏറ്റെടുത്തിട്ടുള്ളത്. വിജ്ഞാനം എന്ന സമ്പത്താണ് കേരളം ഇതപര്യന്തം ആർജിച്ചിട്ടുള്ള ഏറ്റവും വലിയ മൂലധനമായിട്ട് പ്രവർത്തിക്കുന്നത്. അറിവാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ മൂലധനം. ആ വൈജ്ഞാനിക മൂലധനം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക അടിത്തറ വിപുലീകരിക്കാനും നമ്മുടെ ജനജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹ്യ ജീവിതത്തിൽ പ്രയോഗക്ഷമമായിട്ടുള്ള അറിവുകൾ സംഭാവന ചെയ്യാനുമൊക്കെ തന്നെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ് വൈജ്ഞാനിക സമൂഹം എന്ന ആശയം നമ്മോട് ആവശ്യപ്പെടുന്നത്.
വൈജ്ഞാനിക സമൂഹം എന്ന ആശയത്തോടൊപ്പം അതിൻ്റെ കേന്ദ്രത്തിൽ ഉൾച്ചേരുന്ന വിജ്ഞാന സമ്പദ്ഘടന എന്ന ഉത്തരവാദിത്തവും ആ വിജ്ഞാന സമ്പദ്ഘടന കെട്ടിപ്പടുക്കാനുള്ള ഉത്തരവാദിത്തവും നാം ഈ സന്ദർഭത്തിൽ പങ്കുവെക്കുകയാണ്. പുത്തൻ ആശയങ്ങൾ, ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ തട്ടും തടവുമില്ലാത്ത വിധത്തിൽ വികസിക്കാനുള്ള എല്ലാവിധ പിന്തുണാ സംവിധാനങ്ങളും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നാം ഇന്ന് ഏറ്റെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം. നമ്മെ സംബന്ധിച്ചിടത്തോളം 21ാം നൂറ്റാണ്ടിലെ ഉത്തരാധുനിക ലോകം നമ്മോട് ആവശ്യപ്പെടുന്ന എല്ലാവിധ വെല്ലുവിളികളെയും ആത്മവിശ്വാസത്തോടെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന യുവജനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ എന്ന പ്രശ്നത്തെ കൃത്യമായി അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ നമുക്ക് കാര്യങ്ങൾ ചിട്ടപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. ആയതുകൊണ്ട് ആ കാലാനുസാരിയായ മാറ്റങ്ങളിലേക്ക് സർവകലാശാലയെ വളരെ വേഗതയിൽ ചലിപ്പിക്കുന്നു എന്നുള്ളതിൽ തീർച്ചയായും വൈസ് ചാൻസലർക്കും സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കും സർവകലാശാലയുടെ ഇതര സാരഥികൾക്കും വളരെയധികം അഭിമാനിക്കാൻ വകയുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ സ്ഥാപനങ്ങളുടെ സമഗ്രവും സമൂലവുമായിട്ടുള്ള പരിവർത്തനം ലക്ഷ്യമാക്കി നടപ്പാക്കുന്ന 4-year UG പ്രോഗ്രാം, അത് ഇവിടെ വൈസ് ചാൻസലർ പറഞ്ഞതുപോലെ കേവലം NEP അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒന്നല്ല, മറിച്ച് കേരളത്തിൻ്റെ തനത് സാഹചര്യങ്ങൾക്ക് അനുസൃതമായ നിലയിലാണ് 4-year UG പ്രോഗ്രാം നാം രൂപം കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാമുകൾ ഉൾപ്പെടെ കേരളത്തിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് വിജ്ഞാനത്തിൻ്റെ വഴികളിലൂടെ നടക്കുമ്പോൾ ഈ ലോകത്തെക്കുറിച്ച് ഒരു സമഗ്ര കാഴ്ചപ്പാട് വിദ്യാർത്ഥിക്ക് ലഭിക്കാവുന്ന വിധത്തിലും സാമൂഹ്യനീതി സങ്കല്പനങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനുള്ള ഉള്ളുറപ്പ് ആ വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന വിധത്തിലുമൊക്കെയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ 4-year UG പ്രോഗ്രാം നടപ്പാക്കുമ്പോൾ കാലിക്കറ്റ് സർവകലാശാല ഏറെ മുന്നിലാണ് എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. സർവകലാശാല കമ്മ്യൂണിറ്റിയെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദിക്കുന്നു. പ്രധാനപ്പെട്ട നമ്മുടെ സർവകലാശാലകളെല്ലാം തന്നെ ഈ ദിശയിൽ വളരെ വേഗം മുന്നേറുന്നുണ്ട്. കാലിക്കറ്റ് സർവകലാശാല അതുമായി ബന്ധപ്പെട്ട റെഗുലേഷൻ ഏറ്റവും ആദ്യം പാസാക്കി. അതുപോലെ സിലബസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വളരെ വേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. നാം ചരിത്രത്തിൽ ആദ്യമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കായിട്ട് ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയപ്പോൾ അതിനെ സർവകലാശാലയുടെ സവിശേഷതകൾക്ക് അനുസൃതമായിട്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് വലിയ ഒരു ആർജവമാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. തീർച്ചയായും ശ്ലാഘനീയമാണത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രായോഗികമായ തലത്തിലേക്ക് പോകുമ്പോൾ പ്രവൃത്യുന്മുഖമായ നിലയിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ അഴിച്ചു പണിയേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ സമീപന ശൈലി തന്നെ മാറേണ്ടതുണ്ട്. സംവാദാത്മകവും സർഗാത്മകവുമായിട്ടുള്ള അന്തരീക്ഷം നമ്മുടെ കലാലയങ്ങളിലും സർവകലാശാലകളിലും ഉറപ്പുകൊടുക്കേണ്ടതുണ്ട്. അതിനൊക്കെ കഴിയുന്ന വിധത്തിലുള്ള ഫാക്കൽറ്റി ട്രെയിനിങ്ങും കൂടി അടിയന്തരമായിട്ട് അടിത്തട്ട് വരെ നാം കൊണ്ടുപോകേണ്ടതുണ്ട്. താഴെ തട്ടിൽ ഓരോ യൂണിറ്റ് തലത്തിലും, അതായത് ഓരോ സ്ഥാപന തലത്തിലും അധ്യാപകർക്ക് എല്ലാവർക്കും ട്രെയിനിങ് നൽകാവുന്ന വിധത്തിലുള്ള പരിപാടി ചിട്ടപ്പെടുത്തി മെയ് മാസം അവസാനിക്കുമ്പോഴേക്കും ആ ട്രെയിനിങ് പരിപാടികളെല്ലാം പൂർത്തീകരിക്കുന്ന വിധത്തിൽ ഒരു മുൻകൈ സർവകലാശാല നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു മാറ്റം തീർച്ചയായും നമ്മുടെ കുട്ടികളുടെ പ്രായോഗിക പരിചയവും അവരുടെ അനുഭവ സമ്പത്തും കർമ്മകുശലതയും ആത്മവിശ്വാസവും നേതൃത്വ പാഠവും ഒക്കെ വർദ്ധിപ്പിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ചെയ്തു പഠിക്കുന്നതിലൂടെ പ്രായോഗിക പരിശീലനത്തിലൂടെ തീർച്ചയായും അവരുടെ കർമ്മശേഷി വർദ്ധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന സ്കിൽ ഗ്യാപ്പ് നികത്തണം എന്ന് നമ്മൾ തീരുമാനമെടുത്തിട്ടുള്ളതാണ്.
സ്കിൽ കോഴ്സുകൾക്കുൾപ്പെടെ ക്രെഡിറ്റ് നൽകാൻ വേണ്ടി നാം തീരുമാനമെടുത്തിരിക്കുന്നു. അതുപോലെ കലാ കായിക മേഖലകളിലെ മികവ്, NSS, NCC പാർട്ടിസിപ്പേഷൻ, ഇതെല്ലാം പഠന പ്രക്രിയയുടെ ഭാഗമായിട്ട് തന്നെ ക്രെഡിറ്റ് നൽകേണ്ട ഒന്നാണ് എന്ന കാഴ്ചപ്പാടാണ് ഗവൺമെന്റിനുള്ളത്. ആ നിലയിലുള്ള തീരുമാനം സർവകലാശാല കൈക്കൊള്ളുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഒരു ഭാഗത്ത് പ്രാധാന്യത്തോടു കൂടി കാണുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗവേഷണോന്മുഖമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് നാം ഈ സന്ദർഭത്തിൽ കാണുന്നത്. അതിന്റെ ഭാഗമായിട്ട് ട്രാൻസ്ലേഷണൽ റിസർച്ച്, സൈദ്ധാന്തികമായ അറിവന്വേഷണങ്ങളെ പ്രായോഗിക തലത്തിലേക്ക് പരാവർത്തനം ചെയ്യുന്ന ട്രാൻസ്ലേഷണൽ റിസർച്ചിന് വലിയ പ്രാധാന്യം നൽകുകയാണ്. നമ്മുടെ സർവകലാശാലയിൽ ഉൾപ്പെടെ അതിനു വേണ്ടുന്ന പുതിയ സംവിധാനങ്ങൾ ഉണ്ടാകണം എന്ന് കരുതിയാണ് ട്രാൻസ്ലേഷണൽ റിസർച്ച് സെന്റേഴ്സ് അനുവദിച്ചിട്ടുള്ളത്. അതുപോലെ ഏറ്റവും മികച്ച സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൗകര്യങ്ങളുള്ള ലബോറട്ടറികൾ, മോഡേണൈസ്ഡ് ആയിട്ടുള്ള ലൈബ്രറികൾ, മറ്റ് സംവിധാനങ്ങൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ഇവയെല്ലാം യൂണിവേഴ്സിറ്റികളിലും കലാലയങ്ങളിലും വ്യാപകമായി ലഭ്യമാക്കാനും തീരുമാനമെടുത്ത് ആ പദ്ധതികൾ നടപ്പാക്കി വരികയാണ്. വളരെ സന്തോഷപൂർവ്വം ഞാൻ പറയുന്നു, കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയിൽ കേരള സംസ്ഥാനം 6000 കോടി രൂപ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഇക്കണോമിക് റിവ്യൂ പരിശോധിച്ചാൽ തന്നെ ഇത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇനിയും ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ് ഈ ഗവൺമെന്റിന്റെ ഒന്നാമത് പരിഗണന. ഇത്തവണയും ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ ബജറ്റ് പ്രസംഗത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വളരെ പ്രാധാന്യത്തോടു കൂടി പരാമർശിക്കുകയുണ്ടായി. നമ്മൾ മാറ്റങ്ങളിലൂടെ മുന്നോട്ട് പോകുക തന്നെയാണ്. ഗവേഷണാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ കേരളീയ സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ കെൽപ്പുള്ളവരായിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ മാറണം. ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ സൂചിപ്പിച്ചതുപോലെ അറിവിന്റെ ഏകപക്ഷീയമായ വ്യാപനം മാത്രമല്ല, മറിച്ച് അത് ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ശേഷിയും ക്ഷേമുഷിയും ഉള്ളവരായിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ മാറണം. പുത്തൻ അറിവുകൾ സ്വയം ഉൽപ്പാദിപ്പിക്കാൻ കെൽപ്പുള്ളവരായിട്ട് അവരുടെ സർഗശേഷി തട്ടും തടവുമില്ലാതെ സ്വച്ഛന്തമായി വികസിക്കാനുള്ള സാഹചര്യങ്ങൾ ക്ലാസ് മുറികൾക്കകത്തും പുറത്തും നടക്കുന്ന അധ്യയന പ്രക്രിയയിലൂടെ ഉണ്ടാകണം എന്ന് തന്നെയാണ് നാം ലക്ഷ്യം വെക്കുന്നത്. തീർച്ചയായും ഇതിന്റെ ഭാഗമായിട്ട് കുറെ കൂടി സ്വാതന്ത്ര്യവും സ്വാച്ഛന്ദ്യവും കുട്ടികൾക്ക് അനുവദിക്കേണ്ടതുണ്ട്. ഇപ്പൊ തന്നെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള മൈഗ്രേഷന്റെ ഒരു സ്വഭാവം പരിശോധിച്ചാൽ അത് കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു പ്രയാണം കൂടിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോ വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥി കേന്ദ്രിതമായ കാഴ്ചപ്പാട് അതിശക്തമായിട്ട് തന്നെ നമുക്ക് ഉറപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അങ്ങനെ തികച്ചും സർഗാത്മകമായിട്ടുള്ള അറിവിന്റെ ഉൽപാദനത്തിന് വലിയ സാധ്യതകളുള്ള കേന്ദ്രങ്ങളായി നമ്മുടെ ഉന്നത വിദ്യാ കേന്ദ്രങ്ങളെ നമുക്ക് മാറ്റേണ്ടതുണ്ട്. റിസർച്ചിന്റെ മേഖലയിൽ കാലിക്കറ്റ് സർവകലാശാല വളരെയധികം മുന്നേറിയിരിക്കുന്നു എന്നുള്ളത് അഭിനന്ദനീയമായ കാര്യമാണ്. ഇപ്പോൾ ഡയറക്ടറേറ്റ് ഓഫ് റിസർച്ചിന് നല്ല ഒരു കെട്ടിടം സംവിധാനം ചെയ്തിരിക്കുന്നു. നാം ഏവരും ചേർന്ന് അത് ഉദ്ഘാടനം ചെയ്യുകയാണ്. അതുപോലെ സെൽഫ് ഫിനാൻസ് സ്ഥാപനങ്ങളിലും റിസർച്ച് സെന്ററുകളും റിസർച്ച് ഗൈഡുകളും അനുവദിക്കുന്നു എന്നുള്ളതും ഒരു പുതിയ തീരുമാനമാണ്. വളരെ നല്ലൊരു തീരുമാനമാണത്. നമ്മുടെ സ്വാശ്രയ സ്ഥാപനങ്ങളിലും മികവുള്ള അധ്യാപകരുണ്ട്. പക്ഷേ വളരെയധികം ശ്രദ്ധാപൂർവം ജാഗ്രതാപൂർവമാണ് ആ കേന്ദ്രങ്ങൾ അനുവദിക്കേണ്ടത് എന്നുള്ളത് കൂടി ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് തന്നെയാണ് സർവകലാശാല മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ ചെറു ചലനവും അതേ വേഗതയിൽ ഒപ്പിയെടുക്കാനുള്ള സംവേദനക്ഷമത അധ്യാപക സമൂഹത്തിനും യൂണിവേഴ്സിറ്റി നേതൃത്വത്തിനും വിദ്യാർത്ഥികൾക്കും ഒക്കെ കൈവരിക്കുന്ന ഒരു സന്ദർഭത്തിൽ മാത്രമേ നമുക്ക് ഇന്നത്തെ ലോക സാഹചര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പിന്നോട്ട് പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. പുത്തൻ സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടത്തിനൊക്കെ ലോകം സാക്ഷ്യം വഹിക്കുന്ന ഒരു കാലത്ത് അറിവന്വേഷണങ്ങളെ ത്വരിതപ്പെടുത്തുകയും
സാങ്കേതിക വിദ്യയെ എല്ലാ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഗവേഷണാത്മക പ്രവർത്തനങ്ങളുമായി ലിങ്ക് ചെയ്തുകൊണ്ടും മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. സർവകലാശാലയ്ക്ക് പുതിയ 2 കെട്ടിടങ്ങൾ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, വളരെ ചലനാത്മകമായ സ്ട്രക്ചേഴ്സ് ആയിട്ട് തന്നെ അവ മാറേണ്ടതുണ്ട്. IQACക്ക് വേണ്ടിയുള്ള കെട്ടിടവും റിസർച്ച് ഡയറക്ടറേറ്റിന് വേണ്ടിയിട്ടുള്ള കെട്ടിടവുമാണ് നാം എല്ലാവരും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. ബഹുമാന്യനായ VC ഇവിടെ സൂചിപ്പിച്ചു, IQAC നമ്മുടെ സ്ഥാപനത്തിന്റെ, യൂണിവേഴ്സിറ്റിയുടെ ക്വാളിറ്റി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം വഹിക്കുന്ന കേന്ദ്രമാണ്. യൂണിവേഴ്സിറ്റിയുടെ സർവതോന്മുഖമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നതിനും അവ കൂടുതൽ മികവിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമൊക്കെയുള്ള പ്രേരക ശക്തിയായി പ്രവർത്തിക്കേണ്ട കേന്ദ്രമാണ് IQAC ബിൽഡിംഗ്. നമ്മുടെ കുട്ടികൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, അവർ എങ്ങോട്ടാണ് പ്രോഗ്രസ് ചെയ്യുന്നത്, സ്റ്റുഡന്റ് പ്രോഗ്രഷൻ, സർവകലാശാലയും സമൂഹവും തമ്മിലുള്ള ബന്ധങ്ങൾ ഉറപ്പിക്കുന്ന സോഷ്യൽ എക്സ്റ്റൻഷൻ പ്രോഗ്രാമുകൾ, ഗവേഷണ പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് IQACക്ക് സാധിക്കേണ്ടതുണ്ട്. സർവകലാശാലയിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും പൾസ് മനസ്സിലാക്കാനും അധ്യാപകർക്കും അനധ്യാപകർക്കും എല്ലാം ദിശാബോധം പകരുന്നതിനുമൊക്കെ IQAC കേന്ദ്രീകരിച്ചുള്ള ആക്ടിവിറ്റീസിന് കഴിയേണ്ടതുണ്ട്. സർവകലാശാലയുടെ മുക്കും മൂലയും ഏറ്റവും സർഗാത്മകവും ചലനാത്മകവുമാകുമ്പോഴാണ് അത് തത്വത്തിൽ സർവകലാശാലയായി മാറുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അങ്ങനെ പ്രസരിപ്പുള്ള ഒരു സർവകലാശാലയായിട്ട് നിലനിൽക്കാനാണ് കാലിക്കറ്റ് സർവകലാശാല എന്നും ഉദ്യമിച്ചിട്ടുള്ളത്. ഈ പുതുകാൽവയ്പുകൾ അതിന് സഹായകരമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നേരിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം, തീർച്ചയായും വലിയ ആഗ്രഹം തന്നെയായിരുന്നു. പക്ഷേ ചില അവിചാരിതമായ കാരണങ്ങളാൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും ഈ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും പിന്തുണ രേഖപ്പെടുത്തുകയാണ്. യശശരീരനായിട്ടുള്ള നമ്മുടെ ഹരിത വിപ്ലവത്തിന്റെ ഏറ്റവും വലിയ ചാലക ശക്തി എന്ന് വിളിക്കാൻ കഴിയുന്ന ഡോക്ടർ MS സ്വാമിനാഥന്റെ പേരിൽ ഒരു ചെയർ തുടങ്ങാൻ ബഹുമാന്യനായ വൈസ് ചാൻസലറുടെ നേതൃത്വത്തിൽ തീരുമാനമെടുത്തു എന്നറിയുന്നതിലും വലിയ സന്തോഷമുണ്ട്. ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതുപോലെ നമ്മുടെ സാംസ്കാരിക സവിശേഷതകളെല്ലാം ആവിഷ്കരിക്കാൻ കഴിയുന്ന ഒരു കേന്ദ്രം കാലിക്കറ്റ് സർവകലാശാലയിൽ സാംസ്കാരിക കേന്ദ്രം എന്നുള്ള നിലയിൽ തയ്യാർ ചെയ്യണം എന്നുള്ളത് ദീർഘകാലമായിട്ട് നമ്മുടെ സർവകലാശാല കമ്മ്യൂണിറ്റിയുടെ ഒരു ആഗ്രഹമാണ്. അത് കേരള ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുന്നു എന്നതിൻ്റെ അടയാളമായിട്ടാണ് ഇത്തവണത്തെ ബജറ്റ് പ്രഖ്യാപനങ്ങൾ വന്നിട്ടുള്ളത്. അത് പൂർണ്ണമായും സാക്ഷാത്കരിക്കാൻ നമുക്ക് ശ്രമിക്കാം. അതുപോലെ ചെതലയത്തെ നമ്മുടെ ITSR അതിനെ മികവിന്റെ കേന്ദ്രമായി ഉയർത്താനും തീരുമാനമെടുത്തിട്ടുണ്ട്. ആ ദിശയിലൊക്കെയുള്ള പ്രവർത്തനങ്ങൾ കുറെ കൂടി വേഗതയിലാക്കാൻ നമ്മുടെ IQAC ബിൽഡിങ്ങിന്റെ കടന്നുവരവ് സഹായകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ മികച്ച ഗുണമേന്മയിലേക്ക് നമ്മുടെ സർവകലാശാലയെ അതിദ്രുതം കൊണ്ടുപോകുന്നതിന് IQAC ബിൽഡിങ്ങും നമ്മുടെ റിസർച്ച് ഡയറക്ടറേറ്റിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള കെട്ടിടവും ഉപയുക്തമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് അവയുടെ ഉദ്ഘാടനം നിങ്ങളേവരെയും സാക്ഷി നിർത്തി നിർവഹിച്ചതായിട്ട് സസ്നേഹം അറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ.